നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കടയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഈ വീഡിയോ കാണുന്ന 90% ആളുകളും റേഷൻ കടയിൽ നിന്നും മാസം സാധനങ്ങൾ വാങ്ങുന്ന ആളുകളായിരിക്കാം. വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പല ആളുകൾക്കും പല അളവിലാണ് സാധനം ലഭിക്കുന്നത്. മഞ്ഞ കാർഡിന് പ്രത്യേക രൂപത്തിൽ, ചുവപ്പ് കാർഡിന് വേറെ രൂപത്തിൽ, വെള്ള നീല കാർഡുകൾക്കെല്ലാം പല രൂപത്തിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. അതിന് സർക്കാർ നമ്മൾ വാങ്ങുന്ന സാധനത്തിനാണ് വില ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ അതിനെല്ലാം മാറ്റങ്ങൾ വരാൻ പോകുകയാണ്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒരിക്കലും ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെന്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിലവിൽ വെള്ള നീല കാർഡുള്ള ആളുകൾക്കാണ് ഇനിയൊരു അധിക ബാധ്യത. ചെറിയ സംഖ്യയാണെങ്കിൽ പോലും ഒരു അധിക ബാധ്യത വരുന്നത്. അവർ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മുതൽ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ 2 രൂപ അധികമായി നൽകേണ്ടി വരും. വാങ്ങുന്ന സാധനത്തിനല്ലാതെ 2 രൂപ അധികം നൽകേണ്ടി വരും. റേഷൻ കടകളിലെ പണിക്കാർക്കുള്ള ക്ഷേമനിധിയിൽ ഒരുപാട് കുടിശ്ശിക വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ സർക്കാർ ഈ 2 രൂപ സെസ് ഏർപ്പെടുത്തുന്നത്. ഏകദേശം 1 വർഷത്തേക്കാണ് ഇപ്പോൾ സെസ് ഏർപ്പെടുത്തുന്നതെങ്കിലും വരും കാലങ്ങളിൽ അത് തുടരാനാണ് സാധ്യത. നമ്മൾ വാങ്ങാത്ത സാധനത്തിന് നമ്മൾ 2 രൂപ നൽകേണ്ടി വരുന്നത് ചെറിയ സംഖ്യയാണെങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സംഭവം തന്നെയാണ്. ചുവപ്പ് മഞ്ഞ കാർഡുകൾക്ക് പ്രത്യേകിച്ച് സെസ് നൽകേണ്ട ആവശ്യമില്ല. വെള്ള നീല കാർഡുകൾ ആളുകൾക്കാണ് സെസ് നൽകേണ്ടത്. ആദ്യം തുടക്ക സമയത്തെല്ലാം അവർക്കും വലിയ രൂപത്തിലുള്ള റേഷൻ സാധനങ്ങൾ ലഭിച്ചിരുന്നു. അരിയും പഞ്ചസാരയും മറ്റു കാര്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് വെള്ള നീല കാർഡുള്ള ആളുകൾക്ക് സാധനങ്ങൾ ലഭിക്കാതെയായി. വളരെ തുച്ഛമായ സാധനമാണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അവർ സാധനം വാങ്ങുകയാണെങ്കിൽ 1-2 രൂപ അധികം നൽകേണ്ടി വരും. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയ ഈ കാര്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയാം. അതുപോലെ തന്നെ ഈ 29 കൂടി തന്നെ, ജനുവരി 29 കൂടി തന്നെ റേഷൻ കടകൾ അനിശ്ചിതമായി അടക്കുകയാണ്. അവർക്കുള്ള കമ്മീഷനും കുടിശ്ശികയും ക്ഷേമനിധിയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ലഭിക്കാത്തതിന്റെ മൂലമാണ് അവർ ഇപ്പോൾ ഈ അനിശ്ചിതകാല സമരമായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളും ജനുവരി മാസത്തെ റേഷൻ സാധനങ്ങൾ ഇന്നും നാളെയുമായി വാങ്ങുവാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം 29 ശേഷം അവർ അനിശ്ചിതകാലമായി അടക്കുകയും ഏകദേശം ഒരാഴ്ചയോളം 2 ആഴ്ചകളൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ അടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിർബന്ധമായും ഈ 2 ദിവസം കൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റേഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലാണ്. പല ആളുകളും അതറിയാത്തത് കൊണ്ട് തന്നെ റേഷൻ കാർഡിൽ നിന്ന് പുതിയ ആളുകളെ ചേർക്കൽ, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുടെ പേരുകൾ ഒഴിവാക്കൽ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത് ലോകത്തിന്റെ എവിടെ നിന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ വഴിയാണ് അത് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.